എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഡിംബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവിയെ കുറിച്ചാണ്. ദ സബ്സ്റ്റൻസ് 2024 ഇറങ്ങിയ ഒരു ബോഡി ഹൊറർ ജേണർ മൂവിയാണ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ പേര് കൊഴാലി ഫാർഗേറ്റ് എന്നാണ്. ഈ മൂവിയുടെ ഡിറക്ഷൻ മാത്രമല്ല, ഈ മൂവിയുടെ എഡിറ്റിങ്ങും റിട്ടണും പ്രൊഡക്ഷനും ഈ പുള്ളി തന്നെയാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമി മൂർ, മാർഗറ്റ് ക്വയലി, ഡെന്നിസ് ക്വൈഡ്. മാർഗറ്റ് ക്വയലിയെ നമുക്ക് ഫെമിലിയർ അല്ലെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള ടീനേജ് ആക്ടേഴ്സിൽ ഒരുവിധമെന്നല്ല, അത്യാവശ്യം കാണാൻ ഇത്തിരി സൗന്ദര്യമുള്ളൊരു സിനിമ നടി തന്നെയാണ് മാർഗറ്റ് ക്വയലി. ഡെമി മൂറും മോശമല്ല, ആയ കാലത്ത് പൊളിച്ചടിക്കിയതാണ് അവർ. അപ്പോൾ സിനിമയുടെ കഥ പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എലിസബത്ത് സ്പാർക്ക് എന്നൊരു ക്യാരക്ടർ. അത് എലിസബത്ത് സ്പാർക്ക് എന്ന് പറയുന്ന ഡെമി മൂറിന്റെ ക്യാരക്ടർ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ഫാഷൻ മോഡലാണ്, ബോഡി ഫിറ്റ്നസിന്റെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ പ്രായം ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആവുന്നു. അപ്പോൾ 50ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് പുള്ളിക്ക് ഒരു കാർ ആക്സിഡന്റ് സംഭവിക്കുകയാണ്. പുള്ളിക്ക് കാർ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം പുള്ളി ഹോസ്പിറ്റലൈസ് ആവുന്നു. അതിനുശേഷം കമ്പനിയിലുള്ള മാനേജറും ബാക്കി കോൺട്രാക്ടേഴ്സ് എല്ലാം പറയുന്നു, ഇനി മാഡം ഈ കമ്പനിയിലോട്ട് വരണമെന്നില്ല, പുതിയ ഈ യൂത്തിലുള്ള കുറച്ചുകൂടെ ബ്യൂട്ടി ആയിട്ടുള്ള ആൾക്കാരെ വേണം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട്. കാര്യം പ്രായം കൂടുന്തോറും ആൾക്കാർ ഈ വ്യൂവേഴ്സ് കുറയും, ചാനലിൻ്റെ റീച്ച് കുറയും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ഡെമി മൂറിൻ്റെ അടുത്ത് അവിടെ ഉള്ളൊരു ജൂനിയർ ഡോക്ടർ അല്ല, ഒരു ഹെഡ് നേഴ്സ് എന്ന് പറയാം. ആ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇവരുടെ സ്പൈനൽ കോഡിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയും, നിങ്ങൾക്ക് നല്ല സ്ട്രക്ചറാണ് ബോഡിക്ക്, ഞാനൊരു സംഭവം പറഞ്ഞുതരാം. സബ്സ്റ്റൻസ്, അതായത് നിങ്ങളെ തന്നെ നിങ്ങളുടെ ബെറ്റർ സെൽഫ് ആക്കുന്ന ഒരു തരം ഒരു ഡ്രഗ്. അത് ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഓപ്പൺ മാർക്കറ്റിൽ അങ്ങനെ കിട്ടത്തില്ല, വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പറയാണ്. അങ്ങനെ ഈ പുള്ളി ഇതിനെക്കുറിച്ച് കേട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വീട്ടിലൊരു ഇല്ലൻഡ് ലെറ്റർ വരെയാണ്. അപ്പോൾ ഇല്ലൻഡ് ലെറ്റർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു USB ഡ്രൈവ്. ഈ USB ഡ്രൈവ് ഇവർ ക്യൂരിയോസിറ്റി കാരണം TV വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെ കുറിച്ച് ഒരു ബ്രീഫ് വീഡിയോ അതിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെന്റ് വീണ്ടും കൂടി. അങ്ങനെ സബ്സ്റ്റൻസ് എവിടെ കിട്ടും എന്താണെന്ന് അന്വേഷിച്ച് ഇവർ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയൽ ടോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ സബ്സ്റ്റൻസ് അവർ പോയി വാങ്ങിക്കുന്നു. ആ സബ്സ്റ്റൻസ് അവരുടെ റൂമിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചല്ലാതെ അഡീഷണൽ പാക്കേജസ്, അത് യൂസ് ചെയ്യേണ്ട ടൂളും കിറ്റും കാര്യങ്ങളെല്ലാം ഒരു ബോക്സ് പോലെയാണ് അവർക്കത് കിട്ടുന്നത്. അങ്ങനെ ഈ സാധനം ഇവർ കൊണ്ടുവന്നതിന് ശേഷം ഇവരിത് യൂസ് ചെയ്തതിനു ശേഷം പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. ഒരു എഗ് യോക്കിനെ ഈ സബ്സ്റ്റൻസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ എഗ് യോക്കിന്റെ സെയിം പെർഫെക്ഷനിൽ തന്നെ വേറൊരു എഗ് യോക്ക് അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. മീൻസ് ക്രിയേറ്റിംഗ് എ ബെറ്റർ സെൽഫ് ഓഫ് യു ഫ്രം യുവർ മെട്രിക്സ്. അതാണ് ഇതിന്റെ മെയിൻ പൊരുൾ. അങ്ങനെ ഇവർ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാണ്. സബ്സ്റ്റൻസ് യൂസ് ചെയ്തതിനു ശേഷം അവർക്ക് ഹാലൂസിനേഷൻ തോന്നുന്നു. അവരുടെ കണ്ണിന്റെ പ്യൂപ്പിളൊക്കെ രണ്ടായിട്ട് മാറുന്നു. അങ്ങനെ അവരുടെ ബോഡിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വേറൊരു ബോഡി, മീൻസ് എ ന്യൂ യു, എ ബെറ്റർ യു ഇമർജായി പുറത്തോട്ട് വരികയാണ്. അത് വേറെ ആരുമല്ല, മാർഗറ്റ് ക്വയലി. ഞാൻ നേരത്തെ പറഞ്ഞ മാർഗറ്റ് ക്വയലി, നമ്മുടെ യുവ സുന്ദരിയായ നടി. അപ്പോൾ മാർഗറ്റ് ക്വയലി പുറത്തു വന്നതിന് ശേഷം കണ്ണാടി നോക്കിയിട്ട് അതിശയിച്ചു പോവുകയാണ്. സ്വന്തം ശരീരം കണ്ടിട്ട്, സൗന്ദര്യം കണ്ടിട്ട് അതിശയിച്ചു പോവുകയാണ്. ഇങ്ങനെ എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. താഴെ നോക്കിയപ്പോൾ കൊണ്ട് ഈ പറഞ്ഞ ഡെമി മൂർ കിടക്കുന്നു. ഡെമി മൂറിന്റെ ബാക്കിൽ, അതായത് കുറുക്കിന്റെ ബാക്ക് സൈഡായിട്ട് ഒരു വെർട്ടിക്കലായിട്ടൊരു കട്ട്. ഈ കട്ടിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ സീസേറിയനൊക്കെ ചെയ്ത് ബേബിയെ പുറത്തെടുക്കുന്ന പോലെ എവിടെ ആ ബോഡിക്കകത്തുനിന്നാണ് പുറത്തോട്ട് വന്നതെന്നുള്ളത് റിയലൈസ് ചെയ്യണം. അതുമാത്രമല്ല, ഈ സബ്സ്റ്റൻസിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ സെക്കൻഡ് ബോഡി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ബോഡി, അതായത് കോൺഷ്യസ് അല്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ മീൻസ്
അവരൊരു തരം ഒരു ന്യൂട്രീഷൻ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്ത് ഈ സെക്കൻഡറി ബോഡിയെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ പ്രൈമറി ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മാർഗരറ്റ് ക്വയ്ലി അപ്പം തന്നെ ഈ പ്രൈമറി ബോഡിയിലോട്ട് ആ ഫ്ലൂയിഡ് ട്രിപ്പ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മാർഗരറ്റ് ക്വയ്ലി തൻ്റെ നഷ്ടപ്പെട്ടു പോവും എന്ന് കരുതിയ ആ സെലിബ്രിറ്റി ലൈഫ് തിരിച്ചെടുക്കാനായിട്ട് പുതിയൊരു അവതാരമായിട്ട് പുറത്തു വരികയാണ്. അങ്ങനെ ഫസ്റ്റ് ഓഡീഷനിൽ തന്നെ മാർഗരറ്റ് ക്വയ്ലിയെ കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവർ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതായത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ മാർഗരറ്റ് ക്വയ്ലി സെലക്ട് ആവുകയാണ്. മാർഗരറ്റ് ക്വയ്ലി സെലക്ട് ആയതിനു ശേഷം ഈ കമ്പനി വരുന്നതോടെ മാർഗരറ്റ് ക്വയ്ലി ലൈഫ് തന്നെ മാറിപ്പോവുകയാണ്. മാർഗരറ്റ് ക്വയ്ലി ഒരു ക്യാരക്ടറിന്റെ നെയിം ഇതിൽ സ്യൂ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സ്യൂവിന്റെ ലൈഫ് അതോടെ മാറുന്നു. സ്യൂ പിന്നെ എലിസബത്ത് സ്പാർക്കിളിനെ മറക്കുന്നു. ഈ മറക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ആദ്യമേ പറയുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് മീൻസ് നിങ്ങളുടെ പ്രൈമറി ബോഡിയെ നിങ്ങൾ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മെയിൻറ്റെയിൻസ് ഒക്കെ കറക്റ്റായി നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് സെക്കൻഡറി ബോഡി, അതായത് ഈ സ്യൂവിൻ്റെ ബോഡിയിൽ റിസൾട്ടായിട്ട് കാണിക്കും. അങ്ങനെ സ്യൂവിന് ഫസ്റ്റ് കുറേ ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാവും, തോന്നൽ പോലെ. പിന്നെ 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 ഈ തോന്നലുകളൊക്കെ റിയാലിറ്റി ആയിട്ട് മാറും. റിയാലിറ്റി ആയിട്ട് മാറിയതിന് ശേഷം സ്യൂ വീട്ടിലേക്ക് വരികയാണ്. സ്യൂ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമി മൂറിന്റെ ബോഡി എങ്ങനെയും ഡിസ്പോസ് ചെയ്യുക, സ്യൂവും അതോടെ ഡിസ്ട്രോയ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നിനും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല, എന്നാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും വേണം. അങ്ങനെ ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്യൂ എത്തുന്ന സമയത്ത് സ്യൂ അൺകോൺഷ്യസ് ആവുകയും ഈ പറഞ്ഞ എലിസബത്ത് സ്പാർക്ക് ഡെമി മൂറിന്റെ ക്യാരക്ടർ കോൺഷ്യസ് ആവുകയും ചെയ്യും. ഈ കോൺഷ്യസ് ആവുന്ന സമയത്ത് ഡെമി മൂർ എന്ന് പറയുന്ന ആള് ഈ ഒരു ട്രിപ്പിൽ കിടക്കുന്നുണ്ട്. കോൺഷ്യസ് ആവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അപ്പിറ്റിറ്റ് ഫീൽ ചെയ്യും. മീൻസ് ഇത്രയും നാൾ ഫുഡ് കഴിക്കാതെ ഒരു ട്രിപ്പിൽ മാത്രം കിടന്ന ഒരു ബോഡിക്ക് നമ്മളിപ്പം ബിരിയാണി കിട്ടാതെ കുറേ നാൾ കഴിഞ്ഞ് ആഹാരം കഴിക്കാതെ ബിരിയാണി കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ലസ്റ്റ്, ഫുഡിൻ്റെ അടുത്ത് ഒരു ലസ്റ്റ് തോന്നും. അങ്ങനെ അവർ കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി കഴിക്കുന്നു. ഡൈജസ്റ്റ് ആവാത്തതും ഡൈജസ്റ്റ് ആവുന്നതും ജങ്ക് ഫുഡ്സും അങ്ങനെ എല്ലാം വലിച്ചു വാരി കഴിക്കുകയാണ്. ഈ വലിച്ചു വാരി കഴിച്ച് ഇവർ വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ പോകുന്നു. സ്യൂ വീണ്ടും തിരിച്ചു വരുന്നു. സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് അല്ലാതെ ഇവർ കോൺഷ്യസ് ആയി ഇരിക്കുന്ന സമയത്ത് ഇവർ വേറെ എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്യൂയെ ബാധിക്കും. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഈ സ്യൂവിന് ലാസ്റ്റ് മനസ്സിലാവും ഈ ക്യാരക്ടർ ഇവർക്കൊരു തലവേദനയാണെന്ന്. അങ്ങനെ സ്യൂ ലാസ്റ്റ് ഇതിൽ സ്പാർക്കിളിനെ കൊല്ലുകയാണ്. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തൻ്റെ ജീവിതത്തിലെ സക്സസിന് വേണ്ടി തൻ്റെ പ്രൈമറി ബോഡിയെ കൊന്നുകളയാണ്. ഈ പ്രൈമറി ബോഡിയെ കൊന്നുകളയുന്ന സമയത്ത് പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെക്കൻഡറി ബോഡി നിലനിൽക്കണമെങ്കിൽ ഈ പ്രൈമറി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ സ്യൂവിന് അന്ന് ഒരു ഇവന്റ്, മിസ് വേൾഡ് പോലെ ഒരു ഇവന്റ് വരികയാണ്. ആ ഇവന്റിൽ അന്നത്തെ മെയിൻ ഷോ, അതായത് ഷോ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഈ സ്യൂവിനെയാണ് അവർ ഏൽപ്പിക്കുന്നത് ഈ ക്യാരക്ടർ. അപ്പം മൊത്തം ലോകത്തുള്ള എല്ലാ വലിയ വലിയ ജഡ്ജസ്മാരും ഫാഷൻ കമ്പനീസും എല്ലാം വന്ന് നിൽക്കുന്ന ആ ഇവന്റിൻ്റെ അന്ന് സ്യൂവിന് പെട്ടെന്ന് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു. അതായത് സ്യൂവിന് ബ്ലീഡിങ് സംഭവിക്കുന്നു, സ്യൂവിൻ്റെ പല്ലിളവി പോകുന്നു, കയ്യിലെ നഖം താനെ ഇളവുന്നു, അങ്ങനെ പല സംഭവങ്ങളും സംഭവിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വേണം ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ. അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഫ്ലൂയിഡും തീരാറായി. ഈ ഫ്ലൂയിഡ് ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഈ ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് നേരെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഡെമി മൂറിൻ്റെ ബോഡിയിൽ നിന്ന്, അതായത് എലിസബത്ത് സ്പാർക്കിൻ്റെ ബോഡിയിൽ നിന്ന്, സ്പൈനിൽ നിന്ന് ഈ ഫ്ലൂയിഡ്, അതായത് ഇതിൻ്റെ റോ ഫ്ലൂയിഡ് എടുക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും ഇഞ്ചെക്ട് ചെയ്ത് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ആകെ മൊത്തം പ്രശ്നമായി. അങ്ങനെ ഇതൊന്നും നടക്കൂല എന്നുണ്ട്. അപ്പോൾ കുറച്ച് മിച്ചം വന്ന സബ്സ്റ്റൻസ് വീണ്ടും എടുത്ത് ഈ സ്യൂ യൂസ് ചെയ്യുകയാണ്. യൂസ് ചെയ്തതിന് ശേഷമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് ഒരു എഗ് യോക്ക് ഇവോൾവ് ആയി മറ്റൊരു എഗ് യോക്ക് ആകുന്നു. അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പം 2 കണ്ണുണ്ടെങ്കിൽ നമുക്ക് 3 കണ്ണ് വരും. ഒരു വായ ഉണ്ടെങ്കിൽ അത് 3 വായായിട്ട് മാറും. 10 വിരലുണ്ടെങ്കിൽ അത് 40 വിരൽ 20 വിരലായിട്ട് മാറും. ഓരോ ഓർഗൻസും മൾട്ടിപ്ലൈ അവസാനം ഒരു വികൃത രൂപം എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും ഒന്ന് അറച്ചു പോകും. ഞാൻ വരെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് ആയിപ്പോയി. ഒരു വല്ലാത്തൊരു വികൃത രൂപം. ഈ വികൃത രൂപം വെച്ചുകൊണ്ട് ഇവർക്ക് ഈ ഷോയ്ക്ക് പോയേ പറ്റൂ. വേറൊന്നും ചെയ്യത്തില്ല.
മോഹം ഇത്രയും വികൃതമായ സ്ഥിതിക്ക് ആള് ഔട്ട് ഓഫ് കോൺഷ്യൻസ് ആയി, മീൻസ് ആളുടെ കിളിയൊക്കെ അങ്ങ് പോയി, റിലേക്ക് അങ്ങ് പോയെന്ന് വേണം പറയാൻ. അങ്ങനെ അവര് അവിടെ കാണുന്ന ഡെമി മൂറിന്റെ എലിസബത്ത് പാർക്കിന്റെ ഒരു പഴയ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയുടെ ഫേസ് മാത്രം കീറിയെടുത്ത് ഈ വികൃതമായ രൂപത്തിൽ മുഖത്ത് ഒട്ടിച്ചിട്ട് കാര്യമായിട്ട് അങ്ങ് സ്റ്റേജിൽ കയറി പോവുകയാണ്. അവിടെ കയറിപ്പോയി ചെന്നതിന് ശേഷം ഈ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി നോക്കിയാന്ന് വെച്ചാൽ ഈ ജോ കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ അനങ്ങുന്നില്ല. മസിൽസ് എല്ലാം കയറി അങ്ങ് ഇറങ്ങി വാരി അങ്ങനെ ഒട്ടിയിരിക്കുക. അവർക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരുടെ പേര് പോലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. കണ്ടു കഴിഞ്ഞാൽ ഒരു വികൃത രൂപം, ഒരു മോൺസ്റ്ററസ് ക്രീച്ചർ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഈ സ്റ്റേജിൽ ഇരിക്കണമെന്നവരെന്നെ ആദ്യം വിചാരിക്കും ഇതെന്തോ വെറൈറ്റി കൈൻഡ് ഓഫ് മോഡലാണെന്ന് കരുതി അവർ വിചാരിക്കും. പെട്ടെന്ന് തന്നെ ഇവരുടെ ബോഡിയിൽ ഈ സബ്സ്റ്റൻസ് കാരണം മൾട്ടിപ്പിൾ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബോഡിയിൽ നിന്ന് ബ്ലഡ് സ്പാറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ബ്ലഡ് സ്പാറ്റ് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ ദേഹത്ത് മൊത്തം അങ്ങ് തെറിക്കുകയാണ്. മീൻസ് ലാസ്റ്റ് ഒരു ബ്ലഡ് ബാത്ത് ആണ് പടം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ബ്ലഡ് ബാത്ത് സംഭവിച്ചതിന് ശേഷം മാർഗരറ്റ് ക്വയ്ലി ഈ ഓർഗൻസ് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ശരീരത്തിൽ നിന്ന് ഇളവിയും തെറിച്ചും കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ആ സീന്. ലാസ്റ്റ് ഇവരൊരു ഫ്ലഷില് ഡെമി മൂറിന്റെ ഫേസ് മാത്രം, അതായത് ഇവരുടെ പ്രൈമറി ബോഡി, അവസാനം മിച്ചമുള്ള ഫേസ് മാത്രം ഈ ഫ്ലഷ് എഴഞ്ഞ് റോട്ടിൽ കൂടെ ലാസ്റ്റ് ഇവർ നടന്നു പോകുന്ന വാക്ക് ഓഫ് ഫെയിം എന്നൊരു സംഭവമുണ്ട്. അതായത് അമേരിക്കയിൽ നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞാൽ അവർ വാക്ക് ഓഫ് ഫെയിം എന്ന് പറഞ്ഞ ഫ്ലോറിൽ ഒരു ടൈലിൽ ഒരു ഗോൾഡൻ മെഡൽ പോലെ നമ്മളെ പേര് അവർ പ്ലേറ്റ് ചെയ്ത് വെക്കും അവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ. ലാസ്റ്റ് തീരുമ്പോൾ ഈ ഡെമി മൂർ അവരുടെ ആഗ്രഹം സഫലമായത് കണക്കാണ് ആ വാക്ക് ഓഫ് ഫെയിമിൽ എഴഞ്ഞ് ചെന്ന് കയറുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഈ വാക്ക് ഓഫ് ഫെയിമിൻ്റെ ഇതിൽ ആ ഫ്ലഷൊക്കെ അങ്ങ് അലിഞ്ഞ് ഡിസോൾവ് ആയി ലാസ്റ്റ് ഒരു ബ്ലഡ് സ്പാറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. വേറെ ഒന്നുമില്ല, പിറ്റേന്ന് രാവിലെ ആരോ ബ്ലഡ് സ്പാറ്റ് എന്തോ ബ്ലഡിന്റെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ സിറ്റി ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ആ ബ്ലഡിനെ ക്ലീൻ ചെയ്ത് കളയും. ഈ സിനിമയിലെ ഏറ്റവും വലിയ സംഭവങ്ങളെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി അത് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ക്രേക്കൺ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രാഫി അറ്റ് ടോപ്പ് നോച്ച് എന്ന് വേണം പറയാൻ. കാര്യം ഓരോ സീൻസും അതിൻ്റെ റൂൾ ഓഫ് തേർഡിൽ എടുത്തു വെച്ചിരിക്കുന്ന രീതി, അതിൻ്റെ കമ്പോസിഷൻ, കൊടുത്തിരിക്കുന്ന കളർ ഗ്രേഡ്സ് എന്തുകൊണ്ടും വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മീൻസ് നമുക്ക് ഓരോ ഫ്രെയിമും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ചെയ്തിരിക്കുന്നത് റാഫർറ്റി എന്ന് പറഞ്ഞ ഒരാളാണ്. ലൈക്ക് ഒരു പമ്പ് മ്യൂസിക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ ബോഡിയിലെ ബ്ലഡിൽ വെയിൻസിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പമ്പിങ് മ്യൂസിക് കേൾക്കുമല്ലോ, ഒരു ബീറ്റ് മ്യൂസിക്, അതുപോലെ ഭയങ്കര ബീറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. എന്നാൽ വയലൻറ്റുമാണ്, സൈക്കോളജിക്കലുമാണ്. ബട്ട് മ്യൂസിക് ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ വളരെ മെച്ചം. ഈ സിനിമയുടെ ടോട്ടൽ റൺ ടൈം എന്ന് പറയുന്നത് 141 മിനിറ്റ്സ് ആണ്. ഈ 141 മിനിറ്റ്സ് നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ആൻസൈറ്റിയോടെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 17.5 മില്യൺ ഇതിൻ്റെ ബഡ്ജറ്റാണ്. ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 56.4 മില്യൺ. 2024 ഇങ്ങനെയൊരു സിനിമ വന്നത് അവരുടെ ഔട്ട് ഓഫ് 10 ലിസ്റ്റിൽ കയറി ഇടം പറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള തന്നെ ഡെമി മൂറിൻ്റെ ക്യാരക്ടറിന് ഓസ്കാർ കൊടുക്കണമെന്നും അല്ലെങ്കിൽ അക്കാഡമി അവാർഡ് കൊടുക്കണമെന്നും പല ആൾക്കാരും പല ഇതിൻ്റെ റിവ്യൂവിലും കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഡെമി മൂറിന് കൊടുത്തില്ലെങ്കിലും മാർഗരറ്റ് ക്വയ്ലിക്ക് കൊടുക്കണം എന്ന് ഞാൻ വളരെ ഇതായിട്ട് പറയുന്നു. കാര്യം മാർഗരറ്റ് ക്വയ്ലിയുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ, ബെസ്റ്റ് മീൻസ് വൺ ഓഫ് അവർ ബെസ്റ്റ്, പുള്ളിക്കാരുടെ ആക്ടിങ് കരിയറിൻ്റെ ടോപ്പ് ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം പുള്ളിയെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഈ മൂവിയിൽ. ആസ് എ സെക്സി ആക്ട്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹോട്ട് ക്യാരക്ടർ, എ സെക്സി ബേബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറയുന്നത്. ഇതിൽ ഫ്ലൈയിങ് കിസ് ചെയ്യുന്നൊരു സീനുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് വീണു. And in the meantime, take care of yourself. അപ്പോൾ എല്ലാവരും സബ്സ്റ്റൻസിൻ്റെ സ്റ്റോറിയും റിവ്യൂവും എല്ലാം ഒരുമിച്ച് കേട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പടം കണ്ടിട്ടില്ലാത്തവർ കാണുക.
കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇനിയും ഇതുപോലെ നല്ല മൂവി റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഞാൻ അധികം പറഞ്ഞ് ഇതിനെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീണ്ടും ബൈ. ഡിംബു സ്റ്റോക്സ്.